കേരളം വെന്തുരുകുകയാണ്. വേനൽ കടക്കുന്നതിന് മുൻപേ സംസ്ഥാനത്തെ താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിരിക്കുന്നു. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ 37 ഡിഗ്രി ചൂട് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു. ഈ അപ്രതീക്ഷിത ചൂടിന് പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, സമുദ്രജലത്തിലെ താപനില ഉയർത്തുന്ന എൽ നിനോ പ്രതിഭാസം. മറ്റൊന്ന്, അന്തരീക്ഷത്തിലെ വായുവിൻ്റെ മർദ്ദവ്യതിയാനം മൂലം കാറ്റിൻ്റെ ഗതി തടസ്സപ്പെടുന്നത്. ഇത് ഭൂമിയിൽ നിന്നുള്ള ചൂട് പുറത്തേക്ക് പോകുന്നത് തടയുകയും ചെയ്യുന്നു. വായുവിലെ ഉയർന്ന ഈർപ്പം കാരണം നമുക്ക് അനുഭവപ്പെടുന്ന ചൂട് യഥാർത്ഥ താപനിലയേക്കാൾ 5 ഡിഗ്രി വരെ കൂടുതലായിരിക്കും. ഈ സാഹചര്യത്തിൽ നമ്മൾ അതീവ ജാഗ്രത പാലിക്കണം. വെറും വെയിലല്ല ഇത്. ചർമ്മത്തെ പൊള്ളിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യം ഇപ്പോൾ കൂടുതലാണ്. വിയർപ്പ് ബാഷ്പീകരിക്കപ്പെടാത്തത് ശരീരത്തിൻ്റെ ആന്തരിക താപനില ഉയർത്തുകയും ഹീറ്റ് സ്ട്രോക്ക് പോലെയുള്ള അപകടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. നിർബന്ധമായും നമ്മൾ മുൻകരുതലുകൾ സ്വീകരിക്കണം. അതിലേറ്റവും ആദ്യം പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. രണ്ടാമത്, വെറും വെള്ളത്തിന് പകരം ORS, ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം എന്നിവ കുടിക്കണം. മൂന്നാമതായി, എണ്ണമയമുള്ളതും എരിവുള്ളതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കി ജലാംശം കൂടുതലുള്ള പഴങ്ങളും പച്ചക്കറികളും ശീലമാക്കണം. കട്ടി കുറഞ്ഞ അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണമെന്നതും പ്രധാനമാണ്. ചൂട് ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും അത് ചൂടിന് വലിയ ശമനം നൽകില്ല. ഈ വേനലിനെ അതിജീവിക്കാൻ ജാഗ്രത മാത്രമാണ് ഏക വഴി. വീടിനുള്ളിലും പുറത്തും വായു സഞ്ചാരം ഉറപ്പാക്കണം. അതുകൊണ്ട് വേനലിനെ നമുക്ക് കരുതിയിരിക്കാം, ആരോഗ്യത്തോടെ ഇരിക്കാം.